إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وعلى آله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس عباد الله അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം ഇപ്രകാരം പറയുകയുണ്ടായി, മൻ യസ്തഅഫിഫ് യുഇഫുഹുല്ലാഹ് വമൻ യസ്തഗ്നി യുഗ്നിഹില്ലാഹ് വമൻ യതസബ്ബർ യുസബ്ബിറുഹുല്ലാഹ് وما أعطي أحد عطاء خيرا وأوسع من الصبر. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ ക്ഷമിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നത് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമ നൽകും. വമാ ഉഅതിയ അഹദുൻ, ഒരുവർക്കും ദാനമായി നൽകപ്പെട്ടിട്ടില്ല, അതാഅൻ ഖൈറൻ വഔസഅ മിനസ് സബ്ർ, സബറിനേക്കാൾ വിശാലമുള്ളതും സബറിനേക്കാൾ ഗുണമുള്ളതുമായ ഒന്നും ആർക്കും ദാനമായി നൽകപ്പെട്ടിട്ടില്ല. ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ തൗഫീഖാണ് അവൻ സബറുള്ളവനാവുക എന്നുള്ളത്. ജീവിതം അതൊരു സമരമാണ്. സ്വന്തം നഫ്സിനോടുള്ള, സ്വന്തം നഫ്സിന്റെ ഇച്ഛകളോട് നാം പൊരുതുകയാണ്, ശൈത്താനോട്. തിന്മകളിലേക്ക് ഓളിയിടുവാൻ നഫ്സിനെ പ്രേരിപ്പിക്കുന്ന, അതിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലുള്ള പിശാചിന്റെ സിൽബന്ധികളോടുള്ള സമരമാണ്, പൊരുതലാണ് ജീവിതം. ആ ജീവിതത്തിൽ നമുക്ക് വേണ്ട പരിചയാണ്, നമ്മുടെ ആയുധമാണ് സബർ. സബർ എന്നാൽ ഭാഷയിൽ അർത്ഥം ഹബ്സ് എന്നാണ്, പിടിച്ചുവെക്കൽ. ആരെ പിടിച്ചുവെക്കലാണ്? സ്വന്തം നഫ്സിനെ പിടിച്ചുവെക്കൽ, ശരീരത്തെ പിടിച്ചുവെക്കൽ. സബർ അത് 3 മർത്തബകളിലായിട്ടാണുള്ളത്, 3 പടികൾ. നമ്മുടെ ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം 3 തലങ്ങളിൽ അത് നിലകൊള്ളുന്നു. 1, നമ്മുടെ അവയവങ്ങളെ പിടിച്ചുവെക്കും. 2, നമ്മുടെ നാവിനെ പിടിച്ചുവെക്കും. 3, നമ്മുടെ ഖൽബിനെ പിടിച്ചുവെക്കും. ഹബ്സു അൽ ജവാരിഹി അനിൽ അഫ്ആലിൽ മുജ്രിമ വഹബ്സുൽ ലിസാനി അനിത് തശക്കി വഹബ്സുൽ ഖൽബി അനിത് തസഖുത്. ഹൃദയത്തിനെ നീരസപ്പെടുത്തുന്നതിൽ നിന്ന് പിടിച്ചു വെക്കുക, നാവിനെ പരാതിപ്പെടുന്നതിൽ നിന്നും
അവയവങ്ങളെ മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും പിടിച്ചു വെക്കലാണ് സബർ. നമ്മുടെ ഈ മൂന്ന്, നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് പടികളിലാണ് സബറുള്ളത്. ഒരു ദുഃഖവാർത്ത നമ്മളിലേക്ക് എത്തുമ്പോൾ നാം നമ്മുടെ അവയവങ്ങളെ മോശമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ നിന്ന് പിടിച്ചു വെക്കേണ്ടതുണ്ട്. കയ്യിൽ കിട്ടുന്ന വസ്തുക്കളെടുത്ത് എറിയുക, ഇല്ലെങ്കിൽ വസ്ത്രത്തിന്റെ മാറിടം വലിച്ചു കീറുക, മുഖത്തടിക്കുക, നെഞ്ചത്തടിക്കുക, അങ്ങനെയുള്ള മോശമായ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മുടെ അവയവങ്ങളെ പിടിച്ചു നിർത്തും. പരാതിപ്പെടുന്നതിൽ നിന്ന്, മോശമായ പദപ്രയോഗങ്ങൾ നടത്തുന്നതിൽ നിന്ന് നാവിനെ പിടിച്ചു വെക്കുക. നമ്മൾ എന്തേലുമൊക്കെ നടന്നു കഴിഞ്ഞാൽ നാവ് കൊണ്ടൊരു 100 ചീത്ത വിളിച്ചിട്ട് ഞാൻ സബർ എടുക്കുന്നതാണ്, ഇല്ലെങ്കിൽ ഞാനിപ്പോ കാണിച്ചേനെ, സബർ എടുത്തിട്ടില്ല. സബർ അവയവങ്ങളിൽ മാത്രമല്ല, നാവിലും സബർ എടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ട് നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും പുറപ്പെട്ടതിന് ശേഷം അവിടെ സബറായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. റസൂൽ ഒരു സ്ത്രീയുടെ അടുക്കൽ കൂടി കടന്നുപോയി. ആ സ്ത്രീ ഒരു ഖബറിന്റെ അടുക്കലിരുന്ന് കരയുകയാണ്. പ്രവാചകർ ആ സ്ത്രീയെ കണ്ടപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഇത്തഖില്ലാഹ വസ്ബിരി, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നീ സബർ എടുത്തുകൊള്ളുക. ആ സ്ത്രീക്ക് പ്രവാചകരെ മനസ്സിലായില്ല. ആ സ്ത്രീ പറഞ്ഞു, ഇലൈക്കാന്നി, താങ്കൾ എന്നിൽ നിന്ന് അകന്നു പോകൂ. ഇന്നക ലം തുസബ ബിമുസീബതി, ഇന്നക ലം തുസബ ബിമുസീബതി വലം തഅരിഫു, എന്റെ ദുരിതം താങ്കളെ ബാധിച്ചില്ലല്ലോ, അത് താങ്കൾക്കറിയില്ലല്ലോ. റസൂൽ കടന്നുപോയി, മിണ്ടാതെ റസൂൽ അങ്ങ് പോയി. അപ്പൊ അടുത്ത് നിന്ന ആളുകൾ ആ സ്ത്രീയോട് പറഞ്ഞു, ഇന്നഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് പ്രവാചകരാണ്. ആ സ്ത്രീ ധൃതിപ്പെട്ട് റസൂലിന്റെ അടുക്കലേക്ക് പോയി. റസൂലിന്റെ വീടിന്റെ മുന്നിൽ ഒരു കാവൽക്കാരെയും ആ സ്ത്രീ കണ്ടില്ല. റസൂലിന്റെ അടുക്കലേക്ക് പ്രവേശിച്ചിട്ട് പറഞ്ഞു, ഇന്നി ലം അഅരിഫുക യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ ദൂതരെ, അവിടുന്ന് എനിക്ക് മനസ്സിലായില്ല. പ്രവാചകൻ പറഞ്ഞു, ഇന്നമസ് സബ്റു ഇൻദ സദ്മത്തിൽ ഊലാ, ക്ഷമയെന്നാൽ ഒന്നാമത്തെ ആഘാതം നിന്നെ ബാധിക്കുമ്പോഴാണ്. അതായത് എന്തെങ്കിലും ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടും ക്ലേശതകളും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നഫ്സിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ കച്ചവടത്തിൽ സംഭവിച്ചു എന്നുള്ള വാർത്ത നമ്മുടെ അടുക്കലേക്ക് എത്തുന്ന ആ നിമിഷം, അവിടെയാണ് സബർ. അവിടെ നാവിനെ പിടിച്ചു വെച്ചവൻ, അവിടെ കൽബിനെ പിടിച്ചു വെച്ചവൻ, അവിടെ അവയവത്തിനെ പിടിച്ചു വെച്ചവൻ, അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമാ യുവഫ്ഫസ് സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും എന്ന് പറഞ്ഞത് ആ ക്ഷമിക്കുന്നവരാണ്. ക്ഷമ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവർ അവരാണ്. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നമസ് സബ്റു ഇൻദ സദ്മത്തിൽ ഊലാ. ഈ ജീവിതം, അതിൽ സബറിന് വളരെ പ്രാധാന്യമുണ്ട്. മറിച്ച് സബറാണ് മുഴുവൻ ജീവിതവും. സബറും ശുക്റും ഇസ്തിഗ്ഫാറും, ഈ 3 കാര്യങ്ങളിലാണ് ജീവിതം കറങ്ങുന്നത്. അതാണ് മഹാന്മാരായ ചില പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥം രചിച്ചു തുടങ്ങിയപ്പോൾ ഇപ്രകാരം പറഞ്ഞത്, നിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 ഗുണമുള്ളവനാക്കട്ടെ. ഏതൊക്കെയാണ് 3 ഗുണങ്ങൾ? ഇദാ ഉഅതിയ ശക്കറ, വഇദാ ഉബ്തുലിയ സബറ, വഇദാ അദ്നബ ഇസ്തഗ്ഫറ. നൽകപ്പെട്ടാൽ ശുക്ർ ചെയ്യും, പരീക്ഷിക്കപ്പെട്ടാൽ സബർ ചെയ്യും, പാപം ചെയ്താൽ ഇസ്തിഗ്ഫാർ ചെയ്യും, പാപമോചനം തേടും. ഈ 3 ഗുണങ്ങൾ ആരിലുണ്ടോ അവൻ ഈ ലോകത്തും പരലോകത്തും രക്ഷപ്പെടും. 3 കാര്യങ്ങളിൽ മേലാണ് നമ്മൾ പ്രധാനമായും സബർ വേണ്ടത്. ഇല്ലെങ്കിൽ 3 കാര്യങ്ങളിലാണ് സബർ വേണ്ടത്. ഒന്ന്, അസ്സബ്റു അലാ ത്വാഅത്തില്ലാ, അല്ലാഹുവിന്റെ അനുസരണത്തിൽ സബർ വേണം. അല്ലാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ,
അതിൽ നമുക്ക് സബർ വേണം. നമസ്കാരം 5 നേരം നിർവഹിക്കണം, പള്ളിയിലേക്ക് പോകണം, ജമാഅത്തിൽ പങ്കെടുക്കണം. അതിന് ക്ഷമ അത്യാവശ്യമാണ്. രാത്രി നേരത്തെ കിടന്നുറങ്ങിയാൽ ഫജറിന് നേരത്തെ എണീക്കാൻ പറ്റും. അപ്പൊ നേരത്തെ കിടന്നുറങ്ങണമെങ്കിൽ പ്രത്യേകിച്ചും ഇക്കാലഘട്ടത്തിൽ രാത്രികളെ പകലുകളാക്കുന്നവരാണ് കൂടുതൽ. ശൈത്താന്റെ വിഹാര സമയമാണ് രാത്രി എന്ന് യുവാക്കളും എന്തിനേറെ പറയുന്നു, സർവരും അധികം പേരും രാത്രി ഉറക്കമിളക്കുകയാണ്. ശൈത്താന് കൂടുതൽ അവൻ വിഹരിക്കുന്ന, അവന് കൂടുതൽ ഇഷ്ടമുള്ള സമയമാണ് ഇരുട്ടുകൾ, രാത്രി. രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട്, ഉറങ്ങാൻ വേണ്ടിയിട്ട്, ശരീരത്തിന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആക്കി നൽകിയതാണ്. ആ സമയം നമ്മൾ ഉണർന്നിരിക്കും. മൊബൈലിലും മറ്റ് സംസാരങ്ങളിലും ഹോട്ടലുകളിലും അതിൽ താമസിച്ച് കിടന്നുറങ്ങും. രാവിലെ ഫജറിന് ബാങ്ക് വിളിക്കുമ്പോൾ ഉറക്കമാണ്. അപ്പോൾ സബർ വേണം. നേരത്തെ കിടന്നുറങ്ങുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂൽ വെറുത്തിരുന്നു അൽ ഹദീസ് ബഅദൽ ഇശാ, ഇശാക്ക് ശേഷം സംസാരിക്കുന്നത്, അനാവശ്യമായ സംസാരങ്ങൾ, ദീനിയായ മസ്ലഹത്തില്ലാത്തതോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഹാജത്തില്ലാത്തതോ ദുനിയവിയായ എന്തെങ്കിലും പ്രത്യേക നിർബന്ധിതാവസ്ഥയിലോ മറ്റുമല്ലെങ്കിൽ രാത്രി ഇശാക്ക് ശേഷം അനാവശ്യമായ സംസാരത്തിൽ ഏർപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തിരുന്നു. നേരത്തെ കിടന്നുറങ്ങിയാലാണ് തഹജ്ജുദ് നമസ്കരിക്കാൻ എണീക്കാൻ പറ്റുക, ഫജ്ർ നമസ്കരിക്കാൻ എണീക്കാൻ പറ്റുക. അപ്പൊ അതിന് നമുക്ക് സബർ വേണം. ശരീരത്തിനെ പിടിച്ചു നിർത്താൻ രാത്രി നേരത്തെ ബെഡിലേക്ക് അതിനെ കൊണ്ടുപോയി കിടത്തണം, എങ്കിലേ രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ കഴിയും. അതുപോലെ തന്നെ നമസ്കാരങ്ങൾ, നോമ്പ്, സക്കാത്ത് തുടങ്ങിയ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ചെയ്യുന്ന എല്ലാ അമലുകൾക്കും നമുക്ക് സബർ വേണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഫഅ്ബുദ്ഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമീയ. നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക, അല്ലാഹുവിന്റെ ആരാധനയിൽ നിങ്ങൾ ക്ഷമ അവലംബിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പൊ അല്ലാഹുവിന്റെ ആരാധനകൾ, ത്വാഅത്തിൽ നമുക്ക് ഒന്നാമതായി ക്ഷമ വേണം. യാ അയ്യുഹല്ലദീന ആമനു ഇസ്ബിറൂ വസാബിറൂ വറാബിത്തു വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾ ക്ഷമിക്കൂ. സ്വന്തം നഫ്സിൽ നിങ്ങൾ ക്ഷമിക്കൂ, മറ്റുള്ളവരുടെ ഉപദ്രവത്തിൽ നിങ്ങൾ ക്ഷമിക്കൂ, നിങ്ങളുടെ ശരീരങ്ങളെ ഇബാദത്തുകൾ നിങ്ങൾ ബന്ധിപ്പിച്ചിടൂ. വറാബിത്തു വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്നവരാകുന്നതിന് വേണ്ടി. അപ്പൊ ക്ഷമ അല്ലാഹുവിന്റെ അനുസരണത്തിൽ നമുക്ക് വളരെ പ്രധാനമായി വേണ്ട സംഗതിയാണ്. അതുപോലെ തന്നെ ക്ഷമ വേണ്ട സംഗതിയാണ് തിന്മകളിൽ നിന്ന് ശരീരത്തിനെ പിടിച്ചു നിർത്തൽ. തിന്മകളിൽ നിന്ന് ശരീരത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി ക്ഷമ വേണം. അസ്സബ്റു അൻ മഅസിയത്തില്ലാ വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശി യുരീദൂന വജ്ഹഹ വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയാ വലാ തുത്ഇ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുറുതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരോട് കൽപ്പിക്കുകയാണ്, നബിയെ, താങ്കളുടെ നഫ്സിനെ താങ്കൾ പിടിച്ചിരുത്തുക. ആരോടൊപ്പം? മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശി യുരീദൂന വജ്ഹ, അല്ലാഹുവിന്റെ മുഖം ഉദ്ദേശിച്ചുകൊണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിനെ ആരാധിക്കുന്ന, അല്ലാഹുവിനെ സ്മരിക്കുന്ന സ്വാലിഹീങ്ങളോടൊപ്പം നബിയെ താങ്കളുടെ ശരീരത്തെ താങ്കൾ പിടിച്ചു നിർത്തിക്കൊള്ളുക. റസൂലിനോട് കൽപ്പന, സ്വാലിഹീങ്ങളോട് ശരീരത്തെ പിടിച്ചു നിർത്തിക്കോളാൻ. ആ സ്വഹാബാക്കളോടൊപ്പം, അൻസാരികളോടൊപ്പം, മുഹാജിരീങ്ങളോടൊപ്പം തങ്ങളുടെ അവിടുന്ന് നിന്റെ ശരീരത്തെ പിടിച്ചു നിർത്താൻ അവിടുന്ന് നിന്നോട് കൽപ്പന അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന്. അതുപോലെ നാമും നമ്മുടെ ശരീരത്തെ സ്വാലിഹീങ്ങളോടൊപ്പം പിടിച്ചു നിർത്തേണ്ടതുണ്ട്. വലാ തഅദു ഐനാക അൻഹും, അവരെ വിട്ട് താങ്കളുടെ കണ്ണ് കടന്നു പോകാൻ പാടില്ല. അവരെ വിട്ടിട്ട്, ആ സ്വാലിഹീങ്ങളെ വിട്ടിട്ട് നമ്മുടെ കണ്ണ് മറ്റുള്ളവരിലേക്ക് പോകാൻ പാടില്ല.
വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ ആ സൗന്ദര്യത്തെ കൊതിച്ചുകൊണ്ട്. സ്വാലിഹീങ്ങളോട് ഇരിക്കുമ്പോൾ അവിടെയാണ് നമുക്ക് സമാധാനം വേണ്ടത്, അവിടെയേ സമാധാനമുള്ളൂ. എന്നാൽ ഇത് നമ്മുടെ കണ്ണെത്രയും ദുനിയാവിന്റെ ഓരോ ലക്ഷ്യങ്ങൾ നേടിയവരിലേക്കാണ്. വലിയ കാറുള്ളവൻ, വലിയ സമ്പത്തുള്ളവൻ, അവരിലേക്കാണ് നമ്മുടെ കണ്ണുകൾ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനോട് കൽപ്പിച്ചു, വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു. ആ ദേഹേച്ഛകൾ, അതിനെ പിൻപറ്റിയ അക്കൂട്ടർ, അവരെ താങ്കൾ പിൻപറ്റരുത്, അവരെ താങ്കൾ അനുസരിക്കരുത്. അപ്പോൾ അവിടെ നമുക്ക് സ്വബർ വേണം. മായസ്യത്തിനെ തൊട്ട് നമ്മുടെ ശരീരത്തിനെ പിടിച്ചു നിർത്തുവാൻ, പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഇക്കാലഘട്ടത്തിൽ സ്ത്രീകളുടെ ഫിത്ന അധികരിച്ച കാലഘട്ടം, മൊബൈലിന്റെ ഫിത്ന അധികരിച്ച കാലഘട്ടം, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും, മദ്യം ഉപയോഗിച്ചില്ലെങ്കിൽ, മയക്കുമരുന്ന് ഉപയോഗിച്ചില്ലെങ്കിൽ അതൊരു കുറവായി കാണുന്ന സമൂഹത്തിൽ, വ്യഭിചരിച്ചില്ലെങ്കിൽ അതൊരു കുറവായി കാണുന്ന സമൂഹത്തിൽ സ്വന്തം ശരീരത്തിനെ പിടിച്ചു നിർത്താൻ, മാസ്യത്തിനെ തൊട്ട് ശരീരത്തിനെ പിടിച്ചു നിർത്താൻ അങ്ങേയറ്റം സ്വബർ വേണം, ക്ഷമ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ ഉഅതിയ അഹദുൻ അതാൻ ഖൈറൻ വഔസഅ മിനസ് സ്വബർ. സ്വബറിനേക്കാളും വലിയൊരു ദാനം അല്ലാഹു ആർക്കും കൊടുത്തിട്ടില്ല. സ്വബർ കിട്ടിയവൻ വിജയിച്ചു. അതുപോലെ തന്നെ അസ്സബ്റു അലാ അഖ്ദാരില്ലാഹിൽ മുഅ്ലിമ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ ഖദറാക്കുന്ന വേദനയേറിയ പരീക്ഷണങ്ങൾ, അതിൽ നമ്മൾ സ്വബർ എടുക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. മറിച്ച് ജീവിതം തന്റെ ഒരു പരീക്ഷണമാണെന്നല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൂടി പഠിപ്പിച്ചത്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും. ജീവിത മരണങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചത് നമ്മെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ, നമ്മൾ ഓരോരുത്തരെയും പരീക്ഷിക്കുവാൻ. ജീവിതമെന്ന ഈ പരീക്ഷണത്തെ നേരിടുവാൻ നമുക്ക് സ്വബർ അത്യാവശ്യമാണ്. അള്ളാഹുവിന്റെ വേദനയേറിയ പരീക്ഷണങ്ങൾ വരുമ്പോൾ അവിടെ സ്വബർ അവലംബിക്കുവാൻ, അവിടെ ക്ഷമ കൈക്കൊള്ളുവാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. അവർക്കുള്ളതാണ് പരലോകം. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُم مُّصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ أُولَٰئِكَ عَلَيْهِمْ صَلَوَاتٌ مِّن رَّبِّكُمْ وَرَحْمَةٌ وَأُولَٰئِكَ هُمُ الْمُهْتَدُونَ. നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ, ഭയത്താൽ, പട്ടിണിയാൽ, സമ്പത്തിൽ നിന്നുള്ള നഷ്ടത്താൽ, ശരീരത്തിൽ, കുടുംബത്തിൽ, അവയിലെല്ലാം നഷ്ടം വരുത്തിക്കൊണ്ട്, കച്ചവടത്തിൽ നഷ്ടം വരുത്തിക്കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. സ്വബർ അവലംബിക്കുന്നവർക്ക് നബിയെ സന്തോഷവർത്തമാനം അറിയിച്ചു കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആരാണവർ? ഇദാ അസാബത്തും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവരെന്തെങ്കിലും ദുരിതം ബാധിച്ചാൽ അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ അല്ലാഹുവിനുള്ളതാണ്, നമ്മൾ അവനിലേക്കാണ് മടക്കുന്നത്, നമ്മൾ അവനിലേക്കാണ് മടങ്ങുന്നത്. വളരെ അർത്ഥവത്തായ രണ്ട് കലിമകൾ, രണ്ട് സംസാരങ്ങൾ. ഇന്നാ ലില്ലാഹ്, നമ്മൾ അല്ലാഹുവിനുള്ളതാണ്, നമ്മുടെ സന്താനങ്ങൾ അല്ലാഹുവിനുള്ളതാണ്, നമ്മുടെ ഭാര്യ അത് അല്ലാഹു തന്നതാണ്, നമ്മുടെ സമ്പത്ത് അത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്, നമ്മുടെ ആരോഗ്യം അത് അല്ലാഹു തന്നതാണ്, നമ്മുടെ സൗന്ദര്യം അത് അല്ലാഹുവിന്റേതാണ്. ഇന്നാ ലില്ലാഹ് എന്തർത്ഥവർത്ഥായ ആ സംസാരമാണ്. ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളെ ദുരിതം ബാധിച്ചെങ്കിൽ എന്ത്, നമ്മുടെ സന്താനം മരണപ്പെട്ടെങ്കിൽ എന്ത്, എന്റെ കച്ചവടത്തിൽ നഷ്ടം വന്നെങ്കിൽ എന്ത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിലേക്ക് മടങ്ങുമ്പോൾ ഞാനിപ്പോൾ സ്വബറെടുത്താൽ അല്ലാഹു എനിക്ക് ഉറപ്പായും പ്രതിഫലം നൽകും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
ആ അർത്ഥം മനസ്സിലാക്കി ആ സമയത്ത് അത് പറയുമ്പോൾ അവരുടെ മനസ്സിന് സമാധാനം ലഭിക്കും. അവന്റെ മനസ്സ്, അവന്റെ കൽബടങ്ങും, അവന്റെ ശരീരമടങ്ങും, അവന് സമാധാനം കിട്ടും, അവന് ശാന്തത ലഭിക്കും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മകളുടെ മകൻ മരണപ്പെട്ടപ്പോൾ മഹദി റസൂലിന്റെ അടുക്കലേക്ക് ആളയച്ചു. റസൂല് വരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വറസല യഖറഉ അസ്സലാമ വയഖൂൽ. റസൂൽ ഒരു ദൂതരെ അങ്ങോട്ട് അയച്ചു. റസൂലിന്റെ സലാം എത്തിച്ചുകൊണ്ടും ഇപ്രകാരം പറഞ്ഞുകൊണ്ടും, ഇന്ന ലില്ലാഹി മാ അഅതാ ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅതാ വകുല്ലു ശൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മാ ഫമുർഹാ ഫൽതസ്ബിർ വൽതഹ്തസിബ്. അല്ലാഹു പിടിച്ചത് അത് അല്ലാഹുവിനുള്ളതാണ്. അല്ലാഹു നൽകിയതെല്ലാം അത് അല്ലാഹുവിൻ്റെതാണ്. എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ അടുക്കൽ ഒരു നിശ്ചിത സമയത്തിനാൽ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ ആളുകൾക്കും ഒരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞാൽ ഈ ലോകം വിട്ടു പോകണം. അത് നമ്മുടെ മകനാവട്ടെ, നമ്മുടെ ഭാര്യയാവട്ടെ, നമ്മുടെ ഉപ്പയാവട്ടെ, നമ്മുടെ ഉമ്മയാവട്ടെ, എല്ലാ പേരും ഈ ലോകം വിട്ടു പോകണം. അതിനാൽ തന്നെ റസൂല് പറഞ്ഞു, ഫൽ തസ്ബിർ വൽ തഹ്തസിബ്. അതിനാൽ ക്ഷമ അവലംബിക്കാൻ അവരോട് പറയുക. അതുപോലെ അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചു കൊള്ളുക. സഹോദരങ്ങളെ, നമ്മളെ ബാധിക്കുന്ന ദുരിതത്തിൽ ക്ഷമ അവലംബിക്കാൻ, അതിനുള്ള തൗഫീഖ് ലഭിക്കാൻ നാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്, യത്നിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അമ്പിയാക്കൾ അവർ ക്ഷമിച്ചു. അവർ ക്ഷമയവലംബിച്ച് അവർക്ക് നേരിട്ട പരീക്ഷണങ്ങളിൽ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ മഹാനവർകൾ പറയുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ് അയ്യുന്നാസി അശദ്ദു ബലാഅൻ. ജനങ്ങളിൽ നിന്ന് ഏറ്റവും അധികം പരീക്ഷണങ്ങൾ നേരിടുക ആരെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അംബിയാ, അമ്പിയാക്കളാണ്. സുമ്മൽ അംസലു ഫൽ അംസൽ, പിന്നെ അമ്പിയാക്കളെ പോലെയുള്ളവർ, പിന്നെ അവരെ പോലെയുള്ളവർ. യുബ്തലൽ മർഉ അലാ ഹസബി ദീനിഹി, ഒരു മനുഷ്യൻ പരീക്ഷിക്കപ്പെടുക അവന്റെ ദീനിനനുസരിച്ചാണ്. ഫഇൻ കാന ഫീ ദീനിഹി സുൽബ ഇസ്തദ്ദ ബലാഉഹു, ഒരുവന്റെ ദീനിൽ കടുപ്പമുണ്ടെങ്കിൽ, ശക്തിയുള്ള ദീനുള്ളവനാണെങ്കിൽ അവന്റെ പരീക്ഷണങ്ങൾ വർദ്ധിക്കും. വഇൻ കാന ഫീ ദീനിഹി റിഖത്തുൻ ഉബ്തുലി അലാ ഹസബി ദീനിഹി, ഇനി അവന്റെ ദീനിൽ എത്രത്തോളം എളുപ്പമുണ്ടോ, കടുപ്പം കുറവാണോ, അതിനനുസരിച്ചായിരിക്കും അവന്റെ പരീക്ഷണം. ഫമാ യബ്റഹുൽ ബലാഉ ബിഅബ്ദിൻ ഹത്താ യത്റുകഹു യംശി അലൽ അർളി വമാ അലൈഹി മിൻ ഖതീഅ. പരീക്ഷണങ്ങൾ ഒരടിമയ്ക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭൂമിയിലേക്ക് നടക്കാൻ വിടും. ഏത് രൂപത്തിൽ? ഒരു തിന്മ പോലും അവന് ബാക്കിയില്ലാത്ത രൂപത്തിൽ. ഏറ്റവും അധികം പരീക്ഷണം അനുഭവിച്ചവർ അമ്പിയാക്കളാണ്. യൂസുഫ് നബി അലൈഹി വസല്ലം. യൂസുഫ് നബിയുടെ സബർ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്നതാണ്. സഹോദരങ്ങൾ കൊല്ലുവാൻ അവർ ഗൂഢാലോചന നടത്തിയ പൊട്ടക്കിണറ്റിൽ കൊണ്ടിട്ടു. അവിടെ നിന്ന് ഒരു കച്ചവട സംഘം കുട്ടിയായിരുന്ന യൂസുഫ് അലൈഹി ഇസ്ലാമിനെ എടുത്തുകൊണ്ടുപോയി അടിമയായി വിറ്റു. ആ വീട്ടിൽ താമസിക്കുമ്പോൾ അവിടുത്തെ സ്ത്രീ വറാവദത്തുല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സിഹി വഗല്ലഖത്തിൽ അബ്വാബ വഖാലത് ഹൈതലക്, സുന്ദരിയായ പെണ്ണ്, വീട്ടിലാരുമില്ല, വാതിലുകളെല്ലാം അടച്ച് യൂസുഫ് നബിയെ വിളിച്ചു. ഖാലത് ഹൈതലക് ഖാല മആദല്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെട്ട പ്രവാചകർ ആ സമയത്ത്, ഇന്നഹു റബ്ബി അഹ്സന മസ്വായ്, എന്റെ യജമാനൻ എനിക്ക് നല്ല വീട് തന്നിട്ട് ആ യജമാനനെ ഞാൻ ചതിക്കുവാനോ ഇല്ല.
ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ, അക്രമികാരികൾ വിജയിക്കുകയില്ല തന്നെ. തന്റെ അയൽക്കാരന്റെ ഭാര്യയെ, തന്റെ അയൽക്കാരന്റെ മകളെ, എന്തിന് തന്റെ കുടുംബത്തിലുള്ള നമ്മളെ, ഒരുപക്ഷെ നമ്മളെ സഹോദരനായി മകനായി കാണുന്ന നമ്മുടെ മാതാവിന്റെ സഹോദരന്റെ മക്കളെ, പിതാവിന്റെ സഹോദരന്റെ മക്കളെ മോശമായ കണ്ടുകൊണ്ട് കാണുന്ന നമുക്ക് യൂസുഫ് നബി അലൈഹി വസല്ലം ഉത്തമമായ ഉദാഹരണമാണ്. ആ സ്ത്രീ വാതിലുകളെല്ലാം അടച്ചൊറ്റക്കായിട്ടും അള്ളാഹുവിനെ ഭയപ്പെട്ട പ്രവാചകർ. യൂസുഫ് നബി അനുഭവിച്ച ത്യാഗം, എന്തൊരു വ്യാജാരോപണം നിമിത്തം മഹാൻ ഇല്ലെങ്കിൽ അവിടുന്ന് ജയിലിലാവുകയാണ്. ജയിലിൽ നിന്ന് പുറത്തു വന്ന് അധികാരം കിട്ടിയപ്പോൾ തന്നെ ചതിച്ച് തന്നെ കൊണ്ടുപോയി പൊട്ടക്കണത്തിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ച ആ സഹോദരങ്ങൾ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. യൂസുഫ് നബിക്ക് മിസ്റിന്റെ അധികാരം കിട്ടിയപ്പോൾ ഈ ദുരിതങ്ങളിൽ കൂടിയെല്ലാം യൂസുഫ് നബി അലൈഹി വസല്ലം കടന്നു പോകുവാനുള്ള കാരണക്കാരായ ആ സഹോദരങ്ങൾ മുന്നിൽ കിട്ടിയപ്പോൾ യൂസുഫ് നബി എന്താ പറഞ്ഞത്? ലാ തസ്രീബ അലൈക്കുമുൽ യൗമ യഗ്ഫിറുല്ലാഹു ലക്കും. ക്ഷമയുടെ മകുടോ ഉദാഹരണമായിരുന്നു യൂസുഫ് നബി അലൈഹി വസല്ലം. നിങ്ങൾക്കിന്ന് പാപമില്ല, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരട്ടെ. നമ്മളെ കൊണ്ട് സാധിക്കും? യാക്കൂബ് നബി അലൈഹി വസല്ലമിന്റെ സബർ യൂസുഫ് നബി അലൈഹി വസല്ലമെ നഷ്ടപ്പെട്ടു. മക്കൾ ഒന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഫസബറുൻ ജമീൽ. അതാ യാക്കൂബ് നബി അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ ബെന്യാമീനെ നഷ്ടപ്പെട്ടു, അപ്പോഴും ഫസബറുൻ ജമീൽ, സബർ ചെയ്ത മഹാനരായ പ്രവാചകർ. ബെന്യാമീൻ എന്നാണ് ആ പേരെന്ന് ചരിത്രകാരന്മാർ പറയുന്നത്, ഹദീസിൽ കൂടി സ്ഥിരപ്പെട്ടിട്ടില്ല. പിന്നെയോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമയുടെ പ്രതിരൂപം, ക്ഷമയുടെ പ്രതിരൂപമായിരുന്നു റസൂലുള്ളാഹ്. മറിച്ച് ക്ഷമ തന്നെയായിരുന്നു റസൂലുള്ളാഹ്. ആമുൽ ഹുസ്ൻ, പ്രബോധനം തുടങ്ങി 10ാം വർഷം തനിക്ക് എല്ലാമായി സംരക്ഷണമൊരുക്കിയ പ്രബോധനത്തിന് വേണ്ടി സർവ്വ സൗകര്യങ്ങളും മുശ്രിക്കീങ്ങൾക്കിടയിൽ കൊടുത്ത അബൂ താലിബ് മരണപ്പെട്ടു. പ്രവാചകൻ ഹൃദയം നിറച്ച് സ്നേഹിച്ച പ്രിയഭഗ്നിയായ ഖദീജ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയായ ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. ആമുൽ ഹുസ്ൻ. ആ മക്കയിൽ മുശ്രിക്കീങ്ങൾക്കിടയിൽ, ശത്രുക്കൾക്കിടയിൽ തന്റെ സംരക്ഷണ കവചമായ അബൂ താലിബിനെ നഷ്ടപ്പെട്ടപ്പോൾ ത്വായിഫിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി പുറപ്പെടുകയാണ്, അവിടെ നിന്ന് എന്തെങ്കിലും സഹായം ലഭിക്കുമോ എന്നറിയുവാൻ വേണ്ടി. തന്റെ ബന്ധുക്കൾ താൻ സഹായം പ്രതീക്ഷിച്ചെന്ന ആ നാട്ടുകാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുട്ടികളെ കൊണ്ട്, അടിമകളെ കൊണ്ട് കല്ലെറിയിച്ചു, മാലിന്യം വലിച്ചെറിഞ്ഞു. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു തടഞ്ഞു. അവർക്കും കിട്ടി എറി. രക്തം വാർന്നൊഴുകി. അവിടെ നിന്ന് നിന്ദ്യരായ രൂപത്തിൽ പ്രവാചകൻ ഇറങ്ങി നടക്കുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടി കടന്നു ചെല്ലുന്ന നാട്ടിൽ നിന്ന് കല്ലെറിഞ്ഞു പായിച്ചു പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം. നടന്നു, രക്തം വാർന്നൊഴുകി പ്രവാചകർ നടന്നു വന്ന് ഒരു മരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹി വസല്ലം വന്നു. അല്ലയോ അല്ലാഹുവിന്റെ ദൂതരെ, ഈ 2 മലകൾ ചേർത്ത് ഞാൻ ഈ സമൂഹത്തെ നശിപ്പിക്കട്ടെയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ബൽ അർജു അൻ യുഖ്രിജല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅ്ബുദുല്ലാഹ വഹ്ദഹു വലാ യുശ്രികു ബിഹി ഷൈആ. ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സുൽബുകളിൽ നിന്ന്, നട്ടെല്ലുകളിൽ നിന്ന് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അല്ലാഹുവിൽ പങ്കുവെക്കാത്ത ഒരു സമൂഹത്തിനെ പുറത്തു കൊണ്ടുവരുമെന്നാണെന്ന് പ്രതീക്ഷ വെച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബാക്കളും ക്ഷമയുടെ നേർ ഉദാഹരണങ്ങളായിരുന്നു. ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു ഒരു അടിമ സ്ത്രീയുടെ, മുശ്രിക്കായ ഒരു സ്ത്രീയുടെ അടിമയായിരുന്നു ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമോട് കഠിന ശത്രുതയുള്ള ഒരു സ്ത്രീ. മഹാനവറുകളെ അങ്ങേയറ്റം ഉപദ്രവിച്ചു. റസൂലിന്റെ അടുക്കിലേക്ക് വന്നു. അടിമയായ ഖബ്ബാബ് മക്കയിൽ കഅബയുടെ ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്ന പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു. അലാ തദ്ഉ ലനാ അലാ തസ്തൻസിറു ലനാ യാ റസൂലല്ലാഹ്. അല്ലാഹുവിനോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ റസൂലേ? നമുക്ക് വേണ്ടി സഹായം തേടുന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമ പഠിപ്പിക്കുകയാണ് സഹാബാക്കളെ. നിങ്ങൾക്ക് മുമ്പ് ഒരു സമുദായം കടന്നുപോയി, നിങ്ങൾക്ക് മുമ്പ് ഒരു സമുദായം കടന്നുപോയി. യുംശതു അഹദുഹും,
അവർ ചീർപ്പുകൊണ്ട്, ഇരുമ്പിന്റെ ചീർപ്പുകൊണ്ട് അവരെ വാർന്നെടുക്കുമായിരുന്നു. മാദൂനൽ ഇളാമി മിൻ ലഹ്ബിൻ വഅസബ്, അവരുടെ ഇറച്ചിയും അവരുടെ ഞരമ്പുകളും അവരുടെ എല്ലുകളിൽ നിന്ന് വേർതിരിച്ചുകൊണ്ട് ചീർപ്പുകൊണ്ട് വാർന്നെടുക്കപ്പെടുമായിരുന്നു ആ സമൂഹം. വമാ യസുദ്ദു ദാലിക അൻ ദീനിഹിം, അവരുടെ ദീനിൽ നിന്ന് അവരെ തടയുമായിരുന്നില്ല. സമൂഹത്തിന്റെ പരിഹാസം ഭയന്ന് ഇസ്ലാം എന്ന പ്രതാപത്തെ തലയുയർത്തിക്കൊണ്ട് ഞാൻ മുസ്ലിമാണെന്ന് പറയുവാൻ അഭിമാനബോധത്തോടുകൂടി സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുവാൻ ലജ്ജിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മളെന്നുള്ളത്. എന്നൊരു കാലത്താണ് നമ്മളുള്ളത്. അങ്ങനെയുള്ളൊരു ലോകത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ പഠിപ്പിക്കുമായിരുന്നു, നിങ്ങൾക്ക് മുമ്പ് ഒരു സമുദായം കടന്നുപോയിട്ടുണ്ട്, ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് അവരുടെ ശരീരങ്ങളെ വരിഞ്ഞിട്ടാലും അവരെ ദീനിൽ നിന്ന് തടയാത്തൊരു സമൂഹം, അവരുടെ തലയുടെ ഉച്ചിയിൽ ഈർച്ചവാള് കൊണ്ട് വെച്ച് അവരെ രണ്ടായി മുറിച്ചിട്ടാലും അവരെ ദീനിൽ നിന്ന് തടയാത്തൊരു സമൂഹം കടന്നുപോയിട്ടുണ്ട്. അവര് പോയ സ്വർഗത്തിലേക്ക് ആ സഹോദരങ്ങൾ നമുക്ക് പോകേണ്ടത്. ഇസ്ലാമികമായ വേഷം ധരിക്കാൻ നമുക്ക് നാണക്കേടാണ്, പാടിവെക്കാൻ നമുക്ക് അഭിമാനമില്ല, ഇല്ലെങ്കിൽ അതിൽ അഭിമാനം നമ്മൾ കാണുന്നില്ല, നമുക്ക് ലജ്ജയാണ്. സഹോദരങ്ങളെ, എങ്ങനെയാണ് അള്ളാന്റെ മുന്നിൽ നമ്മൾ പോയി നിൽക്കുക? ഇസ്ലാം കൊണ്ട് പ്രതാപം നാം എടുക്കേണ്ടതുണ്ട്. നമുക്ക് മുൻകഴിഞ്ഞു പോയ സമുദായം അങ്ങനെയായിരുന്നു. അങ്ങനെ സ്വഹാബാക്കൾ ശ്രമിച്ചു അള്ളാഹുവിന്റെ ഖദറിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ക്ഷമ എല്ലാ വിഷയത്തിലും, അള്ളാഹുവിന്റെ അനുസരണത്തിൽ, അള്ളാഹുവിന്റെ മഅസിയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖദറാക്കുന്ന നമ്മുടെ മേലുണ്ടാകുന്ന ദുഃഖങ്ങളിൽ, പ്രയാസങ്ങളിൽ നമ്മൾ സബർ അവലംബിക്കുക. അതിന് ഉറപ്പായി നമുക്ക് പ്രതിഫലമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മാ യുസീബുൽ മുസ്ലിമ മിൻ വസബിൻ വലാ നസബിൻ വലാ ഹമ്മിൻ വലാ ഗമ്മിൻ വലാ ഹുസ്നിൻ വലാ അദൻ ഹത്ത ശൗകത യുശാഖുഹ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാ. ഒരു മുസ്ലിമിനെ ഒരു ദുഃഖവും വ്യസനവും ഉത്കണ്ഠയും ഒന്നും ബാധിക്കുന്നില്ല, ഒരു ഉപദ്രവവും ബാധിക്കുന്നില്ല. ഒരു മുള്ള അവന്റെ കാലിൽ തറഞ്ഞാൽ പോലും അവന്റെ പാപങ്ങൾ അതിന് പകരമായി പൊറുക്കപ്പെടും. അതാണ് സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അജബൻ ലി അംറിൽ മുഅ്മിൻ. പ്രവാചകർ അത്ഭുതം കൂറുകയാണ്. ഒരു മുഅ്മിനിന്റെ കാര്യം അത്ഭുതം തന്നെ. അജബൻ ലി അംറിൽ മുഅ്മിൻ ഫഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. അവന്റെ എല്ലാ കാര്യങ്ങളും അവന് നന്മയാണ്. ഒരു മുഅ്മിനെ എന്ത് ബാധിച്ചാലും അവന് നന്മയാണ്. ഒരു മുഅ്മിനെ ഉപദ്രവിക്കാൻ ആർക്കും സാധിക്കൂല. എല്ലാം അവന് നന്മയാണ്, ഗുണമാണ്. അവന് ഉപദ്രവം ബാധിച്ചാൽ അതവന് നന്മയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ അസാബത്തു ദർറ സ്വബറ ഫകാന ഖൈറൻ ലഹു വഇൻ അസാബത്തു സറ ശകറ ഫകാന ഖൈറൻ ലഹു. അവന് ഗുണം ലഭിച്ചാൽ, അവന്റെ കച്ചവടത്തിൽ ലാഭമുണ്ടായാൽ, അവന് സന്താനമുണ്ടായാൽ, അവന് നല്ല ഭാര്യയെ ലഭിച്ചാൽ, അവന് ആരോഗ്യമുണ്ടായാൽ, അവന് രോഗത്തിൽ നിന്ന് ശിഫ ലഭിച്ചാൽ അവൻ ശുക്ർ ചെയ്യും. അപ്പോൾ അതവന് ഗുണമായി മാറും. വഇൻ അസാബത്തു ദർറ, ഇനി അവന്റെ മകൻ മരണപ്പെട്ടാൽ, അവന്റെ കച്ചവടത്തിൽ നഷ്ടം പറ്റിയാൽ, അവൻ രോഗിയായാൽ, സബറ ഫകാന ഖൈറൻ, അവൻ സബർ ചെയ്യും, അവൻ അതിനാൽ പ്രതിഫലം ലഭിക്കും. അപ്പൊ എന്തും ഒരു മുസ്ലിമിന് ഖൈറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സബർ ചെയ്യുന്നവനാണ്. അതുകൊണ്ട് തന്നെ ആ സബറിനെ ഈ ജീവിതത്തിൽ കൈമുതലാക്കുവാൻ നാം ഓരോരുത്തരും അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സബർ അവലംബിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ ലോകത്ത് കഷ്ടപ്പെടുന്ന ഒരുപാട് മുസ്ലിമീങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ക്ഷമ പ്രദാനം നൽകട്ടെ, അവർക്ക് വിജയം നൽകട്ടെ, അവരുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് അല്ലാഹു അവരെ മോചിപ്പിക്കട്ടെ. ഫലസ്തീനിലും മറ്റും കഷ്ടപ്പെടുന്ന മുസ്ലിം സഹോദരങ്ങളുണ്ട്. അവർക്ക് വേണ്ടി നാം നമ്മുടെ പ്രാർത്ഥനകൾ, എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ഒരു ഭാഗം അവർക്ക് വേണ്ടി നാം മാറ്റിവെക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും അവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ക്ഷമ നൽകുകയും അവർക്ക് വിജയം നൽകുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.